ഈ വീഡിയോയിൽ നമ്മൾ മാത്സ് ചാപ്റ്റർ 6 കോർഡിനേറ്റ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അതിനോടനുബന്ധിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് കോർഡിനേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പെയർ ഓഫ് നമ്പർ യൂസ്ഡ് ടു ഡിനോട്ട് എ പോയിന്റ് ഈസ് കോൾഡ് കോർഡിനേറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്പറിന്റെ പെയർ, ഒരു പോയിന്റ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് നമ്പർ ഉപയോഗിക്കും. ഇപ്പോൾ 1 1 അല്ലെങ്കിൽ 1 2 2 1 ഇങ്ങനെ രണ്ട് നമ്പർ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് നമ്പർ ഉപയോഗിക്കും. നമ്മൾ ഒരു പോയിന്റ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ നമ്പർ, ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ കോർഡിനേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോർഡിനേറ്റ്സ്. ഇനി നമുക്കറിയാം രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ട്. ഒന്ന് എക്സ് ആക്സിസും അതുപോലെ തന്നെ വൈ ആക്സിസും. ഇതാണ് രണ്ട് കോർഡിനേറ്റ്. ഈ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കി ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ് ആക്സിസ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈ ആക്സിസ്. ഇതാണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്. എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. ഒരു നമ്പറിൽ രണ്ട് നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പർ എക്സ് ആക്സിസും രണ്ടാമത്തെ നമ്പർ വൈ ആക്സിസും ആയിരിക്കും. ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് ഇപ്പം ഇങ്ങനെ എടുക്കണം. ഇതിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ് ആക്സിസ് എന്നും വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈ ആക്സിസ്. ഇനി ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയേ. ഈ എക്സ് ആക്സിസിൽ ഈ സീറോന്റെ ഇപ്പുറത്തുള്ളത് പോസിറ്റീവ് നമ്പേഴ്സും ഇപ്പുറത്തുള്ളത് നെഗറ്റീവ് നമ്പേഴ്സാണ്. ഇതൊക്കെ ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ്. വൈ ആക്സിസിൽ സീറോന്റെ മുകളിലുള്ളത് പോസിറ്റീവ് നമ്പേഴ്സും സീറോന്റെ താഴെയുള്ളത് നെഗറ്റീവ് നമ്പേഴ്സാണ്. ഇനി -1 ആണോ -2 ആണോ വലുത്? അതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. -1 ആണ് വലുത്. അതുപോലെ തന്നെ 2ഉം 3ഉം വലുത്. നമുക്കറിയാം 3 ആണ്. -2 ആണോ -3 ആണോ വലുത്? -2 ആണ് വലുത്. ഇനി ഇവിടുത്തെ ഈ ഒറിജിൻ എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിലത്തെ കോർഡിനേറ്റ് ഏതൊക്കെയായിരിക്കും? 0 0. നമുക്കറിയാം ഈ ഒറിജിനില് 0 0. രണ്ടും എക്സും വൈയും അവിടെ തന്നെ കിടക്കുന്നത്. അതുകൊണ്ട് 0 0 ആയിരിക്കും ആ പോയിന്റ് വരുന്നത്. ഇനി ഇവിടുത്തെ പോയിന്റ് നോക്കുക. ഇതിപ്പോൾ ഈ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എക്സ് ആക്സിസ് നോക്കുക. എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ലൈനാണ് 3. ആദ്യം എക്സ് ആക്സിസ് ആണ് എഴുതേണ്ടത്. പിന്നെ ഇവിടെ നിന്ന് ഇത്രയും വരെയുള്ള പോയിന്റ് പറഞ്ഞേക്കുന്നത് വൈ ആക്സിസ് 0 തന്നെ കിടക്കേണ്ടത്. അപ്പോൾ 3 0 എന്ന് കിട്ടും. ഇനി ഇവിടുത്തെ ഒരു പോയിന്റ് നോക്കി. ഈ ഒരു പോയിന്റാണ് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ എക്സ് ആക്സിസ് ഏതാണ്? 3. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ 2 3 2. ഇതായിരിക്കും ഇതിൻ്റെ എന്താ പറയുക കോർഡിനേറ്റ്. ഇനി ഈ ഒരു സംഭവം നോക്കി. ആദ്യത്തെ എക്സ് ആക്സിസ് ഇങ്ങോട്ട് ഒന്നും പോയിട്ടില്ല. ഇത് ഇത്രയും പോയിന്റ് ഉള്ളൂ. ഈ ഒരു ഭാഗം, ഈ ഒരു കോർഡിനേറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസ് 0 ആണ്, വൈ ആക്സിസ് എന്ന് പറയുന്നത് 0 2 ആണ്. ഇതൊരു ബേസിക് കോൺസെപ്റ്റ് ആണ്, അറിഞ്ഞിരിക്കുക. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. ഇതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ SLC എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ 1 2 3 5 ക്വസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാം. ദ വൈ കോർഡിനേറ്റ്സ് ഓഫ് എനി പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലുള്ള വൈ കോർഡിനേറ്റ്സ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതേപോലെ തന്നെ ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദ വൈ ആക്സിസ്. വൈ ആക്സിസിലുള്ള എക്സ് കോർഡിനേറ്റ്സ് എന്തായിരിക്കും? അതും 0 ആയിരിക്കും. ഇനി ദ കോർഡിനേറ്റ്സ് ഓഫ് ഒറിജിൻ ഏതായിരിക്കും? നമുക്കറിയാം 0 0. രണ്ടും 0 ആയിരിക്കും. അടുത്തൊന്ന് ശ്രദ്ധിക്കുക. ദ വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദ ലൈൻസ് ത്രൂ 0 1 പാരലൽ ടു ദ എക്സ് ആക്സിസ്. ഇതിൽ വൈ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞത് രണ്ടാമത്തെ നമ്പറാണ് വൈ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. അത് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ വൈ കോർഡിനേറ്റ് ഇതിൽ ഏതാണ്? രണ്ടാമത്തെ നമ്പർ 1. ഇനി ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓഫ് ദ ലൈൻസ് ത്രൂ 1 0 പാരലൽ ടു ദ വൈ ആക്സിസ്. ഇതിൽ എക്സ് കോർഡിനേറ്റ് ഏതാണ്? ആദ്യത്തെ നമ്പറാണ് എക്സ് കോർഡിനേറ്റ്. അത് ഇവിടെ 1 ആയിരിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. അടുത്ത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് SSLC മോഡൽ എക്സാം 2022 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 2 1. അപ്പം നമ്മൾ സാധാരണ പോലെ ഒന്ന് വരച്ച് നോക്കുക. അതായത്
ഒരു എക്സ് ആക്സിസ് വരച്ചു, ഒരു വൈ ആക്സിസ് വരച്ചു, നമ്മൾ അടയാളപ്പെടുത്തി 1 2 3 4 എന്ന് അടയാളപ്പെടുത്തി. അതുപോലെ വൈ ആക്സിസിൽ 0 1 2 3 എന്ന് പോയിന്റ് അടയാളപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞേക്കുന്നത് എ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ 2 1 കടന്നു പോകുന്നുണ്ട്. 2 എന്ന് പറഞ്ഞത് എക്സ് ആക്സിസ് ആണ് ആദ്യത്തെ കോർഡിനേറ്റ് അല്ലെ, എക്സ് ആക്സിസിൽ വരുന്ന നമ്പറാണ് ആദ്യത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തി. ഇനി 1 എന്ന് പറഞ്ഞത് ഇവിടെ വൈൻ്റെ 1. അപ്പോൾ ഇതൊരു അടയാളപ്പെടുത്തുമ്പോൾ ഈ ഒരു പോയിന്റ് എന്നറിയപ്പെടുന്നതാണ് 2 1. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് കിട്ടി. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓൺ ദിസ് ലൈൻ ഇന്റർസെക്ഷൻ ഓഫ് ദ വൈ ആക്സിസ്. അതായത് ഈ വൈ ആക്സിസിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. വൈ ആക്സിസിൽ എത്ര വരുന്നത്? വൈ കോർഡിനേറ്റ് എന്താണ് വരുന്നത്? 1. അപ്പോൾ 0 1 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഈ 2 പോയിന്റും ഇന്റർസെക്ട് ചെയ്യുന്ന വൈ ആക്സിസിലെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അതൊരു ബേസിക് കോൺസെപ്റ്റ് ആണ്. വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അതുപോലെ എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. രണ്ടാമത്തെ വൈ ആക്സിസിലുള്ള പോയിന്റ് നമ്മൾ രേഖപ്പെടുത്താം. അപ്പോൾ ഇത് എക്സും ഇത് വൈ ആണ്. അപ്പോൾ 0 1 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ SSLC മോഡൽ എക്സാം 2021 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ്? ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് എക്സ് ആക്സിസിലുള്ള പോയിന്റ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അതൊരു കോൺസെപ്റ്റാണ്, പഠിച്ചിരിക്കുക. എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അതുപോലെ തന്നെ വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. ഇവിടെ എക്സ് ആക്സിസിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഏതിലാണോ വൈ കോർഡിനേറ്റ് 0 വരുന്നത് അതായിരിക്കും ആൻസർ. ഇതിൽ ഏതായിരിക്കും വൈ കോർഡിനേറ്റ് 0 വരുന്നത്? അതായത് രണ്ടാമത്തെ നമ്പർ 0 വരുന്നത് ഇതല്ലേ 0. ഇതിലാണ് വൈ കോർഡിനേറ്റ് 0 വരുന്ന നമ്പർ. അപ്പോൾ ആൻസർ എന്താണ്? 3 0. ഇതായിരിക്കും ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് SSLC എക്സാം 2021 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ്? ഇതേപോലത്തെ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്നതാണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. എക്സ് ആക്സിസിലുള്ള പോയിന്റ് ഇവിടെയും അതേപോലെ തന്നെയാണ് വരുന്നത്. വൈ കോർഡിനേറ്റ് 0 വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതായിരിക്കും ആൻസർ. ഏതായിരിക്കും ഇതിൻ്റെ ആൻസർ? ഇത്. അതായത് 2 0 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് നന്നായി പഠിക്കുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻ 2023 സെക്കൻഡ് ടേമിൽ ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ OAPB ഈസ് എ റെക്ടാങ്കിൾ. നമുക്ക് OAPB ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് പിയുടെ കോർഡിനേറ്റ് 2 കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. എക്സ് കോർഡിനേറ്റ് തന്നിട്ടുണ്ട്, വൈ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. ഏതാണ്? 7ഉം 5ഉം. നമ്മൾ പറഞ്ഞു ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞത് എക്സ് കോർഡിനേറ്റ് ആണ്, രണ്ടാമത്തെ നമ്പറാണ് വൈ കോർഡിനേറ്റ്. അപ്പോൾ പിയുടെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എയുടെയും അതുപോലെ തന്നെ ബിയുടെയും കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ എയുടെ കോർഡിനേറ്റ് ഏതൊക്കെയാണ്? എക്സ് ആക്സിസിൽ നമ്മളൊരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് ആ ഒരു പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞത് കണ്ട 7 5 ആണ്. അപ്പോൾ ആദ്യത്തെ 7 ആയതുകൊണ്ട് ഇതും 7 ആയിരിക്കും. ഇനി ഇങ്ങോട്ടൊന്നും പോയിട്ടില്ല, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആ ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ എയുടെ കോർഡിനേറ്റ് ഏതൊക്കെയാണ്? 7ഉം 0ഉം. അതുപോലെ ഇവിടെ നോക്കി, ഇവിടെ ഇങ്ങോട്ടാണ് പോയിക്കുന്നത് ഈ ഒരു ദൂരം, ഇത്രയും ദൂരം. അപ്പോൾ ഇതിൻ്റെ വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 0 ആയിരിക്കും. അതുപോലെ തന്നെ ബി, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം ഏതാണ്? 5 അല്ലേ? ഇവിടെയും 5 ആണ്. കണ്ട വൈ കോർഡിനേറ്റ് 5 ആണ് ഇവിടെ. അപ്പോൾ ഇവിടെയും 5 ആയിരിക്കും. അപ്പോൾ ബി കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 5ഉം എ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 7 0. ഇതായിരിക്കും ആൻസർ വരുന്നത്. ഇവിടെ നമുക്കൊരു 4 ഫോർമുല ആദ്യം തന്നെ പഠിക്കാം. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പിന്നീട് നമുക്ക് ചെയ്യാം. ഇതിൽ ആദ്യത്തെ ഫോർമുലയാണ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് x1, y ആൻഡ് x2, y. അപ്പോൾ ഇവിടെ y എന്ന് പറഞ്ഞ കോർഡിനേറ്റ് സെയിം ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു ഫോർമുല ഉപയോഗിക്കാം.
x1 മൈനസ് x2. ഇതിങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ലേ? ഇതിനെ നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് x1 മൈനസ് x2 എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സംഭവത്തിന് ആബ്സല്യൂട്ട് വാല്യൂ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് x, y1. ഇവിടെ y ആണ് സെയിം എങ്കിൽ ഇവിടെ x കോർഡിനേറ്റ്സ് ആയിരിക്കും സെയിം. രണ്ടിലും x ആണ് വരുന്നത്. എന്നാൽ y കോർഡിനേറ്റ് ഡിഫറെന്റ് ആയിരിക്കും. y1 y2 രണ്ട് ഡിഫറെന്റ് നമ്പർ ആയിരിക്കും. അത്തരം അവസരങ്ങളിൽ നമ്മൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് y1 മൈനസ് y2 ആണ് ഉപയോഗിക്കാം. 8 മൈനസ് 5. ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് 8 മൈനസ് 5 എന്ന് പറഞ്ഞത് നമുക്കറിയാം 3 ആണ്. അത് 3 തന്നെയായിരിക്കും ആൻസർ വരാം. ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവ് സൈൻസ് കൺസിഡർ ചെയ്യില്ല. നമ്മുടെ അതിൻ്റെ റിയൽ ആയിട്ടുള്ള വാല്യൂ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതാണ് ഈ രണ്ട് വരയുടെ അർത്ഥം. ഇനിയിപ്പോൾ ഇവിടെ 5 മൈനസ് 8 ആണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്തെഴുതും? -3 അല്ലേ? ഇങ്ങനെ 5 മൈനസ് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് സൈൻ വരുമ്പോൾ നമ്മൾ മൈനസ് ഇതുപോലെ ഇതിൻ്റെ സൈൻ ഇടും. അപ്പോൾ -3 വന്നാലും ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? 3. ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ പോസിറ്റീവോ മൈനസ് സൈൻസോ അവിടെ കൺസിഡർ ചെയ്യില്ല. അതിൻ്റെ വാല്യൂ ആ നമ്പർ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. പരീക്ഷയ്ക്ക് -3 എന്ന് എഴുതി വെച്ചാൽ ആൻസർ തെറ്റായിരിക്കും. എപ്പോഴും ആ സെയിം വാല്യൂ തന്നെ എടുത്തെഴുതാൻ ശ്രദ്ധിക്കുക. ഇതിന്റെ ഫോർമുല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഫോർമുലയാണ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ്സ് x, y. ഏതെങ്കിലും രണ്ട് കോർഡിനേറ്റ്സ് 2, 3 എന്നോ 3, 2 എന്നോ അതാണ് x, y എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 0, 0. അതായത് 2, 3 പിന്നെ ഒരു നമ്പർ 0, 0 ആവണ ചാൻസ് വരാണെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത് ഈ നമ്പർ 0, 0 എന്ന് പറഞ്ഞ ഒരു കോർഡിനേറ്റ്സ് ആണ് വന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല എന്താണ്? √(x² + y². ഇവിടെ എക്സാമ്പിൾ 2, 3 ആണെങ്കിൽ √(2² + 3². അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫോർമുല പഠിച്ചിരിക്കുക. രണ്ടാമത്തത് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് വിത്ത് കോർഡിനേറ്റ് x1 y1 ആൻഡ് x2 y2. നേരത്തെ നമ്മൾ x കോർഡിനേറ്റ് സെയിം ആവണ ഫോർമുല പഠിച്ചു, y കോർഡിനേറ്റ് സെയിം ആവണ ഫോർമുല പഠിച്ചു. പക്ഷെ ഇവിടെ നോക്കിയാൽ 4 ഡിഫറെന്റ് നമ്പേഴ്സാണ് ഇവിടെ വന്നേക്കുന്നത്. x1 y1 x2 y2. അത്തരം അവസരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുലയാണ് √(x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഈ 4 ഫോർമുലാസും നേരത്തെ പറഞ്ഞ 2 ഫോർമുലയും ഈ ഫോർമുലാസും കാണാണ്ട് പഠിച്ചിരിക്കണം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കിന് നമുക്ക് മുന്നോട്ട് പോവാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ -8,1 ആൻഡ് 3,-2. ഡിസ്റ്റൻസ്, ഈ രണ്ട് കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? x1 x2 y1 y2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഫോർമുല ഇങ്ങനെയാണ്: x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ. ഇനി x1 എന്ന് പറയുന്നത് -8 ആണ്, x2 എന്ന് പറയുന്നത് 3, y1 1 ആണ്, y2 -2. അപ്പോൾ x1 എന്ന് പറയുന്നത് -8 മൈനസ് x2 എന്ന് പറയുന്നത് 3 ഹോൾ സ്ക്വയർ പ്ലസ് y1 എന്ന് പറയുന്നത് 1 മൈനസ് ഇവിടെ y2 എന്ന് പറയുന്നത് -2 ആയതുകൊണ്ട് -2 അതേപോലെ തന്നെ ഇടണം, ഹോൾ സ്ക്വയർ റൂട്ട് ഇടാം. ഇനി -8 -3 എത്രയാണ്? 2 നെഗറ്റീവ് വരുമ്പോൾ പ്ലസ് ചെയ്തിട്ട് മൈനസിൻ്റെ സൈൻ ഇടണം. -11 8 + 3 11. 2 മൈനസ് ആയതുകൊണ്ട് മൈനസിൻ്റെ സംഖ്യ ചിഹ്നം ഇട്ടു, ഹോൾ സ്ക്വയർ പ്ലസ് 1. 2 മൈനസ് വരുമ്പോൾ എന്ത് വരും? പ്ലസ് ആയിട്ട് മാറും. 1, അതായത് 1 + 2 ആയിട്ട് ഇവിടെ മാറും. അതായത് 3² എന്ന് കിട്ടി. അപ്പോൾ റൂട്ട് ഇട്ടു. 11 സ്ക്വയർ -11 × -11 എത്രയാണ്? 121 പ്ലസ് 3 × 3 9. ഇവിടെ കണ്ട -11 × -11 121 ആണ്. 2 നെഗറ്റീവ് ഇൻഡ്യൂല് വരുമ്പോൾ അത് പോസിറ്റീവായിട്ട് മാറും. 121 + 9 എത്രയാണ്? 130. √130 യൂണിറ്റ്സ് എന്ത് വേണമെങ്കിൽ എഴുതാം. അതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിലുള്ള പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതായത് എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 4 യൂണിറ്റ്സ് ഫ്രം 3,4. നമുക്കറിയാം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ 4 കോർഡിനേറ്റ്സ് വേണം. എക്സിൻ്റെ 2 കോർഡിനേറ്റ്സും വൈൻ്റെ 2 കോർഡിനേറ്റ്സും. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഈ √(x1 - x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ ചെയ്ത് കിട്ടുന്ന ആ ഉത്തരവ് നമുക്ക് തന്നിട്ടുണ്ട്, 4 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ആക്സിസിലുള്ള കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ
ഒരെണ്ണം എക്സിലുള്ള അല്ലെങ്കിൽ എക്സ് ആക്സിസിലുള്ള എക്സ് കോർഡിനേറ്റ് ആയിരിക്കും. എക്സ് ആക്സിസിൽ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0. അതാണ് ഇവിടെ x1 y1 ആയിട്ട് വരുന്നത് ആദ്യത്തെ. രണ്ടാമത്തെ നമുക്കിവിടെ തന്നിട്ടുണ്ട് 3,4. അതാണ് x2 y2. അപ്പോൾ ഈ രണ്ട് സംഭവം കിട്ടി. ഇതിന് നമ്മൾ √(x1 - x2) + y1 - y2) ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമാണ് 4 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിനൊക്കെ ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഫോർമുല എഴുതാം. √(x1 - x2) + y1 - y2) = 4. ഇതിങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുക. ഇനി x1 എന്ന് പറയുന്നത് എക്സും x2 എന്ന് പറയുന്നത് 3യുമാണ്. അപ്പോൾ x - 3 2 + y1 0 ആണ്, y2 4 ആണ്. റൂട്ട് ചെയ്യാം = 4. ഇനി ഈ റൂട്ട് കളയാൻ നമ്മൾ എന്ത് ചെയ്യും? ഈക്വലിൻ്റെ അപ്പുറത്തെ നമ്പർ സ്ക്വയർ ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ റൂട്ട് കളയുക. ഇവിടുത്തെ റൂട്ട് കളഞ്ഞാലും ഇവിടുത്തെ ഇപ്പോൾ √4 ആണെങ്കിൽ ഇവിടെ സ്ക്വയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ റൂട്ട് കളയാൻ x - 3 2 + 0 - 4 ഇതിൻ്റെ റൂട്ട് നമ്മൾ കളയണമെങ്കിൽ 4 × 4 സ്ക്വയർ ചെയ്യണം. 4 × 4 16. അങ്ങനെയാണ് നമ്മളിതിനെ സ്ക്വയർ ചെയ്യണം ചെയ്യാട്ടോ, സ്ക്വയറിങ്. ഇനി അടുത്തത് അപ്പോൾ x - 3 2 + 0 - 4 = 16 എന്ന് കിട്ടി. ഇനി നമ്മൾ സാധാരണ പോലെ x - 3 2 + 0 - 4 എന്ന് പറയുന്നത് -4 തന്നെയായിരിക്കും. -4 × -4 എത്രയാണ്? 16 = 16 എന്ന ആൻസർ കിട്ടും. ഇനി x - 3 2 ഇവിടെ നിർത്തിയിട്ട് ഈ 16 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. 16 +16 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -16 ആയിട്ട് മാറും. x - 3 2 = 0 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് നന്നായി പഠിക്കണം. x - 3 2 = 0 എന്നാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയത്. x - 3 2 = 0 ബൈ യൂസിങ് ഫോർമുല a - b (2) വെച്ചിട്ടുള്ള ഫോർമുല, അതായത് a² - 2ab + b². ഇവിടെ നമ്മളതിൽ ചെയ്യുമ്പോൾ x² - 2 × 3 6x + 9 = 0 എന്ന് കിട്ടും. ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതാണ് ഇതിൽ നിന്ന് എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ 9 കിട്ടണം, പ്ലസോ മൈനസോ ചെയ്യുമ്പോൾ 6 കിട്ടണം. ഇപ്പം നമ്മൾ -3 3 × 3 9 നമുക്കറിയാം. -3 × -3 9 അതവിടെ കിട്ടി. ഇനി -3 - 3 എത്രയാണ്? -3 - 3 എത്രയാണ്? -6. രണ്ട് നെഗറ്റീവ് പ്ലസ്സിലോ മൈനസിലോ രണ്ട് നെഗറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യും? പ്ലസ് ചെയ്തിട്ട് മൈനസിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കും. അപ്പോൾ x - 3 x - 3 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് എക്സ് ഇങ്ങനെ കണ്ടുപിടിക്കുക? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. x - 3 = 0, x = 0 + 3, x = 3. കണ്ട, അങ്ങനെയാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. ഈ ഒരു പോയിന്റ് പഠിച്ചിരിക്കണം. പ്ലസ് ഇൻറ്റു ചെയ്യുമ്പോൾ 9 കിട്ടണം, പ്ലസോ മൈനസോ ചെയ്യുമ്പോൾ 6 കിട്ടും. കറക്റ്റ് ഇത് നോക്കിയാൽ മതി. 6 കിട്ടണ 3 × 3 ചെയ്താൽ മതി. അങ്ങനെ മൈനസും അവിടെ നിന്ന് സയൻസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവത്തിലേക്ക് എത്താം. അങ്ങനെയാണ് എക്സിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പം x 3 ആണെങ്കിൽ ആ പോയിന്റ് എന്തായിരിക്കും? എക്സ് ആണ്. ഇവിടെ നമ്മൾ 2 പോയിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് 3,4 അത് നമുക്ക് ചോദ്യത്തിൽ തന്നെ ഉണ്ട്. ഒന്ന് എക്സും ഒന്ന് 0 എന്ന് നമ്മൾ എടുത്തത്. ഈ എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ 3 എന്ന് കണ്ടുപിടിച്ചപ്പോൾ ഇവിടുത്തെ ആൻസർ 3,0 ഇതായിരിക്കും ആൻസർ വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. ഇതും 2019 അതേ ചോദ്യത്തിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് 5 യൂണിറ്റ്സ് ഫ്രം 3,4. 5 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് കിട്ടുന്ന ആൻസർ 5 യൂണിറ്റ്സ് ആയിട്ട് മാറും. ഇവിടെയും എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ പോയിന്റ് എടുത്തു എക്സ് ആക്സിസിൽ y കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ x1 ഉം y1 കിട്ടി. അടുത്തത് x2 ഉം y2. ഇനി √(x1 - x2) + y1 - y2 2. നിങ്ങൾ പരീക്ഷയ്ക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഇത് ചെയ്യരുത്.
ഫോർമുല എഴുതിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി കാര്യങ്ങൾ തെറ്റിയാലും ഫോർമുല എഴുതി അതിന് എന്തെങ്കിലും മാർക്ക് വീഴും. അതുകൊണ്ട് ഫോർമുല ആദ്യം തന്നെ എടുത്ത് എഴുതാം. സീക്വൽ ടു 5 ആണ്. ഇത് ചെയ്ത് കിട്ടുമ്പോൾ 5 ആണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. x1 എന്ന് പറയുന്നത് x ആണ്. x - 3 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 4 ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് സീക്വൽ ടു 5. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഇതിൻ്റെ റൂട്ട് എടുത്ത് കളയാം. x - 3 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 4 ഹോൾ സ്ക്വയർ. ഇവിടുത്തെ റൂട്ട് എടുത്ത് കളയണമെങ്കിൽ ഈക്വലിൻ്റെ അപ്പുറത്താണ് സ്ക്വയർ ചെയ്യാം. 5 × 5 25 എന്ന് കിട്ടി. ഇനി x - 3 ഹോൾ സ്ക്വയർ പ്ലസ് 0 - 4 -4 നമുക്കറിയാം. -4 × -4 16 ഈസ് ഈക്വൽ ടു 25. ഇനി x - 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25. ഈ 25നെ ഈ 16 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. +16 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -16 ആയിട്ട് മാറും. x - 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 - 16 എത്രയാണ്? 9. x - 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് x കോർഡിനേറ്റ് ആണ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് കിട്ടേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ക്വയർ റൂട്ട് കളയണമെങ്കിൽ ഈക്വലിൻ്റെ അപ്പുറത്തെ നമ്പർ സ്ക്വയർ ചെയ്താൽ മതി. അതേപോലെ ഇവിടുത്തെ സ്ക്വയർ കളയണമെങ്കിൽ ഇതിനെ സ്ക്വയർ റൂട്ട് ചെയ്യണം. അതായത് x - 3 ഈസ് ഈക്വൽ ടു √9. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ പോയി. x - 3 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് √9 എന്ന് പറയുന്നത് 3 ആണ്. രണ്ട് നമ്പർ ഉണ്ടാവും, +3 ഉണ്ടാവും -3 ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തേൽ x - 3 ഈസ് ഈക്വൽ ടു +3 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 3. ഈ -3 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +3 ആയിട്ട് മാറും. ഈസ് ഈക്വൽ ടു 6. രണ്ടാമത്തെ x - 3 എന്ന് പറയുന്നത് -3 ആണെങ്കിൽ x ഈസ് ഈക്വൽ ടു -3. ഈ നെഗറ്റീവ് അപ്പുറത്തേക്ക് പോകുമ്പോൾ +3 ആയിട്ട് മാറും. ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സിന് 2 വാല്യൂ ഉണ്ടായിരിക്കും, 6ഉം 0. അപ്പോൾ എക്സിന് നമ്മൾ നേരത്തെ ഒരു വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 0 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 വാല്യൂ ഉണ്ടായിരിക്കും എക്സിന്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് 6 0 എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുക y കോർഡിനേറ്റ്. എക്സ് ആക്സിസിലെ y കോർഡിനേറ്റ് എന്തായാലും 0 ആയിരിക്കും. രണ്ടാമത്തത് 0 0. ഒന്ന് ഇവിടെ x1 6 ആയിരിക്കും, ഇവിടുത്തെ x2 0 ആയിരിക്കും. ബാക്കി രണ്ട് y1 y2 എന്തായാലും 0 ആയിരിക്കും. എക്സ് ആക്സിസിലെ അല്ലെങ്കിൽ എക്സ് ആക്സിസിലെ y കോർഡിനേറ്റ് 0 ആയതുകൊണ്ടാണ് ഈ y1ഉം y2ഉം ഇവിടെ 0 ആയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നന്നായി പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ 3 എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ടേം 2023, സെക്കൻഡ് ടേം 2022, അതേപോലെ തന്നെ മോഡൽ 2023. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. സൈഡ്സ് ഓഫ് റെക്ടാങ്കിൾ ABCD ആർ പാരലൽ ടു ദ ആക്സിസ്. നമുക്കറിയാം റെക്ടാങ്കിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞത് എക്സ് ആക്സിസിനും അതുപോലെ തന്നെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞത് y ആക്സിസിനും പാരലൽ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ദ കോർഡിനേറ്റ്സ് ഓഫ് A ആൻഡ് C, എയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് B ആൻഡ് D. ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഫിഗർ നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. അതായത് A എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം 3, അതായത് എക്സ് ആക്സിസിൽ 3ഉം, ഇനി ഡി എന്ന് പറയുമ്പോൾ നോക്കിയേ ഇതേപോലെ തന്നെയാണ്, നേരെ തന്നെയാണ് വന്നേക്കുന്നത്. അത് പാരലൽ ആയതുകൊണ്ട് ഇവിടെയും ഡിയിലും എന്തായിരിക്കും? 3 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ സി എന്ന് പറയുമ്പോൾ 7 4, അതേ. അപ്പോൾ എക്സ് ആക്സിസ് ഇവിടെ 7 ആണെങ്കിൽ 4 ആയിരിക്കും y ആക്സിസിൽ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 3 4 ആയിരിക്കും ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഡി നമുക്ക് കിട്ടി 3, 4. ഇനി ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബിയിൽ നമുക്കറിയാം സിയുടെ നേരെ തന്നെ അടിയിലാണ് ഈ ബി വന്നേക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസ് 7 ആണെങ്കിൽ y ആക്സിസ് എന്തായിരിക്കും? ഇതല്ല y ആക്സിസിൽ വരുന്നത്, അതെന്തായിരിക്കും? 1. അതായത് ബി എന്ന് പറയുന്നത് 7, 1. അപ്പോൾ രണ്ടും നമുക്ക് കിട്ടി, ഡിയും ബിയും. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ. ഡയഗണലിന്റെ ലെങ്ത്, അതായത് ഇതാണ് ഡയഗണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ റെക്റ്റാങ്കിളിന്റെ ഡയഗണലാണ് AC, അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ. അപ്പോൾ AC എന്ന് പറഞ്ഞത് റൂട്ട് ഓഫ് x1 - x2 എന്ന് പറയുമ്പോൾ 3 - 7 ഹോൾ സ്ക്വയർ പ്ലസ് 1 - 4 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 - 7 എന്ന് പറയുമ്പോൾ -4 സ്ക്വയർ
പ്ലസ് മൈനസ് 3 സ്ക്വയർ റൂട്ട് ഉണ്ട് സീക്വൽ ടു 16 പ്ലസ് 9 ഈസ് ഈക്വൽ ടു റൂട്ട് 25. റൂട്ട് 25 എന്ന് പറയുന്നത് എത്രയാണ്? 5 യൂണിറ്റ് ആണ്. ഇതാണ് ഇവിടുത്തെ ആൻസർ. നമുക്ക് കോർഡിനേറ്റ്സിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ SSLC മോഡൽ എക്സാം 2020 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഫിഗർ OABC ഈസ് എ ട്രപ്പീസിയം. നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. OABC എന്ന് പറയുന്നത് ട്രപ്പീസിയം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മെഷർമെന്റ് തന്നിട്ടുണ്ട്. OC എന്ന് പറയുന്നത് 4√2, OC എന്ന് പറയുന്നത് 4√2, ആംഗിൾ COA 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോർഡിനേറ്റ്സ് ഓഫ് എയുടെ എക്സും വൈയും കോർഡിനേറ്റ് 6, 0 തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം C to A? C to OA, അതായത് സിയിൽ നിന്ന് OAയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ സിയും OAയും കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ വരച്ചിരിക്കണം. അപ്പോൾ നമുക്ക് സിയിൽ നിന്ന് നേരിട്ടൊരു ലൈൻ OAയിലേക്ക് കണക്ട് ചെയ്യാം. നമുക്കതിന് CD എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഇതിന് ഈ ലൈൻ ഒരു പ്രത്യേകതയുണ്ട്. ഈ CD എന്ന് പറഞ്ഞ ലൈൻ OAനെ ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടത്തെയും ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിരിക്കും. അങ്ങനത്തെ കുറേ പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ OD എന്ന് പറയുന്നത് DAക്ക് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ DO എന്ന് പറയുന്നത് ADക്ക് ഈക്വൽ ആയിരിക്കും. എങ്ങനെ വേണമെങ്കിൽ എഴുതാം. അതുപോലെ തന്നെ ഫുൾ ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്. OA ഫുൾ ലെങ്ത് കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് OD കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും, അല്ലെങ്കിൽ DA ഒരു മെഷർമെൻറ്റ് ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇതിലുള്ള ഇടയിലുള്ള ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ് കിട്ടി × 2 അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ലെങ്തായ OA കിട്ടും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കിതിൽ കണ്ടുപിടിക്കേണ്ടത് CD എന്ന് പറഞ്ഞ ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, അതായത് ട്രയാംഗിൾ OCD, അതായത് ഈ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് വിളിക്കാം. എന്തുകൊണ്ടാണ്? അതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് കിട്ടാൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. sin 45 അങ്ങോട്ട് ചെയ്താൽ മതി. sin 45 കിട്ടണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞൊരു ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? sin 45യുടെ ഓപ്പോസിറ്റ് സൈഡാണ് CD. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ sin 45 എടുത്തത്. CD ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് OC. ഇനി sin 45 നമ്മൾ നേരത്തെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. sin 45യുടെ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1/√2 ഈസ് ഈക്വൽ ടു CD നമുക്ക് കണ്ടുപിടിക്കണം, ഡിവൈഡഡ് ബൈ OC എന്ന് പറയുന്നത് 4√2. ഇനി CD ഇവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും അങ്ങോട്ട് കൊണ്ടുപോകാം. അതായത് CD നമ്മൾ ഇവിടെ നിർത്തി ഈക്വൽ ടു 4√2നെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ന്യൂമറേറ്ററിൽ വരും, ഡിവൈഡ് ബൈ ഇവിടെ ഓൾറെഡി ഉള്ള √2. √2ഉം വെട്ടി. അപ്പോൾ CD എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 4 യൂണിറ്റ്സ് ആണെന്ന് കിട്ടി. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് B ആൻഡ് C. ബിയുടെയും സിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെയും നമ്മൾ ഈ ട്രയാങ്കിൾ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ട്രയാങ്കിൾ OCD. ഇവിടെ ആംഗിൾസും സൈഡ്സും വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? 90 പ്ലസ് ഏതെങ്കിലും ഒരു ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾ തന്നിട്ടുണ്ട്. ആ 2 ആംഗിൾ കൂടി പ്ലസ് ചെയ്ത് 180 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 45. ഇവിടെ 45 ആയിരിക്കും. അപ്പോൾ ഇതിലുള്ള ആംഗിൾസ് എത്രയാണ്? 45 ഡിഗ്രി. നമ്മൾ മുമ്പ് ഇതേപോലെ തന്നെയാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്? 1:√2. ഇനി ഇതിന് പ്രത്യേകത ഉണ്ട്. ആംഗിൾസ് സെയിം ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡിൻ്റെ മെഷർമെൻറ്റ് ഇപ്പോൾ ഈ ഒരു ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് CD. നമ്മളത് കണ്ടുപിടിച്ചു. എത്രയാണ്? 4 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ CD എന്ന് പറഞ്ഞ ഈ മെഷർമെൻറ്റും അതുപോലെ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈഡാണ് OD. ഇതും എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ CD നമുക്ക് നേരത്തെ കിട്ടി 4 യൂണിറ്റ്സ് ആണ്. അതേപോലെ തന്നെ ODയും കിട്ടി. എത്രയാണ്? 4 ആണെന്ന് കിട്ടി. അപ്പോൾ 45 ഡിഗ്രിയിലെ ഒരു സംഭവം എത്രയാണ്? 4 ആണ്. അടുത്തതും 4 ആയിരിക്കും. 4√2 ആയിരിക്കും. ഈ ഒരു കാര്യങ്ങൾ ഇതിൻ്റെ തന്നെ പാറ്റേണിൽ പഠിക്കുക. ആദ്യം തന്നെ ആംഗിൾസ്, റേഷ്യോ ഓഫ് ദെയർ സൈഡ്സ്, പിന്നെ സൈഡിൻ്റെ മെഷർമെൻറ്റ്,
അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. അടുത്തത് നമുക്ക് ആദ്യം തന്നെ സിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. എക്സ് കോർഡിനേറ്റ് ഓഫ് സി എന്ന് പറയുമ്പോൾ നമുക്കറിയാം OD എന്ന് പറയുന്നത് ഈ ഒരു സംഭവവും ഈ ഒരു മെഷർമെൻറ്റും ഈക്വൽ ആണ്. അപ്പോൾ OD തന്നെയാണ് ഇവിടുത്തെ മെഷർമെൻറ്റും വരാം. അപ്പോൾ OD ഇവിടെ 4 ആണെങ്കിൽ ഇവിടുത്തെ സിയുടെ കോർഡിനേറ്റും എന്തായിരിക്കും? 4 തന്നെയായിരിക്കും. അതുപോലെ തന്നെ CD എന്ന് പറയുന്നത് കണ്ട ഈ ഒരു മെഷർമെൻറ്റ്, അതായത് Y ആക്സിസിലുള്ളത് അത് 4 ആണെങ്കിൽ Y കോർഡിനേറ്റും എന്തായിരിക്കും? 4 തന്നെയായിരിക്കും. അപ്പോൾ സിയുടെ കോർഡിനേറ്റ് നമുക്ക് 4,4 എന്ന് കിട്ടി. അപ്പോൾ ഒരു കോർഡിനേറ്റ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. എക്സ് കോർഡിനേറ്റ് ഓഫ് ബി, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള അകലം തന്നെയായിരിക്കും ഇവിടം തൊട്ട് ഇവിടം വരെ. കണ്ട നേരെയാണ് പോകുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞത് എക്സ് കോർഡിനേറ്റ്സ് ഓഫ് എ തന്നെയായിരിക്കും. അതേതായിരിക്കും? എക്സ് കോർഡിനേറ്റ് ഓഫ് എ 6 ഇങ്ങനെ കണ്ടുപിടിക്കാം. അതുപോലെ വൈ കോർഡിനേറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് നോക്കിയേ, വൈ കോർഡിനേറ്റ് ഈ ഒരു സംഭവം കണ്ട, ഇതിന് വൈ കോർഡിനേറ്റ് ഈ ഒരു മെഷർമെന്റ് തന്നെയായിരിക്കും ഇവിടെയും വരുന്നത്. അപ്പോൾ ഇത് CD 4 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ വൈ കോർഡിനേറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞത് വൈ കോർഡിനേറ്റ് ഓഫ് സി ആയിരിക്കും. അത് സെയിം ആയിരിക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഒരു മെഷർമെന്റ് തന്നെയായിരിക്കും ഈ ഒരു മെഷർമെന്റ്. അപ്പോൾ 4 തന്നെയായിരിക്കും ഇവിടുത്തെ ആൻസർ. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് ബി എത്രയാണ്? 6,4 എന്ന് ആൻസർ കിട്ടും. അങ്ങനെ 2 കോർഡിനേറ്റും ബിയുടെയും സിയുടെയും കോർഡിനേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ എയുടെ കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 6ഉം 0. ഈസ് എ പോയിന്റ് ഓൺ എ സർക്കിൾ. എ എന്ന് പറഞ്ഞത് സർക്കിളിൽ ഉള്ളൊരു പോയിന്റ് ആണ്. വിത്ത് ഒറിജിൻ O എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. ഇഫ് ആംഗിൾ AOB, അതായത് AOB അല്ലെങ്കിൽ എങ്ങനെ പറയാം? BOA ഏതാണ്? 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഡിയസ്? റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഒറിജിൻ വന്നതുകൊണ്ട് ഈ സർക്കിളിനെ ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരത്തെ നമ്മൾ ഡയാമീറ്റർ എന്ന് പറയും. ഇനി ഡയാമീറ്റർ ഇവിടെ ഒറിജിൻ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തെ റേഡിയസ് ആണ്. ഇനി ഇങ്ങോട്ട് വരച്ച റേഡിയസ് ആണ്. OB റേഡിയസ് ആണ്. OA റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. OAയുടെ എക്സ് കോർഡിനേറ്റ് എന്താണോ അതാണ് സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് വരുന്നത്. അപ്പോൾ OAയുടെ ദൂരം എത്രയാണ്? എയുടെ എക്സ് കോർഡിനേറ്റ്, അത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരമാണ് 6. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞത് എത്രയാണ്? 6 യൂണിറ്റ്സ് എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് കോർഡിനേറ്റ്സ് ഓഫ് ബി. ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ബിയിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കേണ്ടി വരും. ബിയിൽ നിന്ന് ഒരു ലൈൻ OAയിലേക്ക് വരയ്ക്കേണ്ടി വരും. നമുക്ക് BC എന്ന് പേര് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ആംഗിൾ എത്ര വന്നു? 90 ഡിഗ്രി വന്നു. ട്രയാങ്കിൾ OBC എങ്ങനെ വേണമെങ്കിൽ പേരിടാം. OCB എന്നോ BCO എന്നോ എങ്ങനെ വേണമെങ്കിൽ പേരിടാം. അപ്പോൾ ട്രയാങ്കിൾ OBC ഇതിൽ 3 ആംഗിൾസ്, ഒന്ന് 30 വന്നു, പിന്നെ എത്രയാണ് വന്നേക്കുന്നത്? 90 വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇത് രണ്ടും പ്ലസ് ചെയ്തിട്ട് 180 എന്ന് മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 30, 60, 90. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണ് വരുന്നത്? 1:3:2 ഇതാണ് മെഷർമെൻറ്റ് വരുന്നത്. ഇനി നമ്മൾ സൈഡ്സ് നോക്കിയേ. 30യുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? BA. ഇനി 60യുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? OC. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? OB. അപ്പം നമുക്ക് OB എത്ര നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 6 ആണ്. അപ്പം ഇതിൻ്റെ പകുതി ആയിരിക്കും ഈ BA എന്ന് പറയുന്നത്. അതെത്രയാണ്? 6/2 3. അതിൻ്റെ √3 ആണ് OC. അങ്ങനെയാണ് ഈ സൈഡ്സിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ ആംഗിൾസ് കണ്ടു, സൈഡ്സിൻ്റെ റേഷ്യോ കണ്ടു, സൈഡ് ഏതാന്ന് എഴുതി. അതേപോലെ തന്നെ OB ഒരു സൈഡിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ OBയുടെ പകുതിയാണ് BA. ഈ റേഷ്യോ വെച്ച് നോക്കുമ്പോൾ 1ഉം 2ഉം വെച്ചുള്ള റേഷ്യോ വെച്ച് നോക്കുമ്പോൾ OBയുടെ പകുതി. അപ്പോൾ 6/2 3. അതിൻ്റെ √3 ഭാഗമാണ് OC എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക. ഇനി ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമായി. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ ഇവിടം തൊട്ട്
ഇവിടം വരെ, അതായത് ഒ സിയുടെ മെഷർമെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഒ സി അതാണ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് വരുന്നത്. അപ്പൊ ബിയുടെ കോർഡിനേറ്റ് ഇതൊക്കെയാണ്. എക്സ് വരുന്നത് ഒ സി തന്നെയാണ് ഇവിടെയും. ഈ ഒരു മെഷർമെന്റും ഇതും സെയിം അല്ലേ? അപ്പൊ ഒ സി എന്ന് പറയുന്നത് 3√3. ഇതാണ് എക്സ് കോർഡിനേറ്റ്. ഇനി വൈ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ബി എ കണ്ട, ഇതാണ് ബി എ. ഇതും ഈ അളവും കറക്റ്റ് ആണല്ലോ, ഇതും ഇതും. അപ്പോൾ ബി എ എന്ന് പറയുന്നത് 3. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 3√3യും വൈ കോർഡിനേറ്റ് 3. അങ്ങനെയാണ് ഇതിൻ്റെ കോർഡിനേറ്റ്സ്, ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക. 2019 മോഡൽ എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദ കോർഡിനേറ്റ്സ് ഓഫ് 2 ഓപ്പോസിറ്റ് വെർട്ടിസസ് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഗിവൺ. അതായത് 2 ഓപ്പോസിറ്റ് വെർട്ടിസസ് ഉള്ള മെഷർമെന്റ് നമുക്ക് തന്നിട്ടുണ്ട് റെക്ടാങ്കിളിന്റെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിത്തൗട്ട് ഡ്രോയിങ് മാർക്ക് ദീസ് പോയിന്റ്സ്. റഫായിട്ട് ഡ്രോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, കറക്റ്റ് മെഷർമെന്റ് ഒന്നും വേണ്ട. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഇതിൽ ഓപ്പോസിറ്റ് വെർട്ടിസസ് എന്ന് പറയുമ്പോൾ ഇതും ഇതും, അല്ലെങ്കിൽ ഇവിടെയും ഇവിടെയും പേര് കൊടുക്കാം. എ ബി സി ഡി 4 പേര് കൊടുത്തു. ഇതിൽ 7,8. 7 എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയെങ്കിലും എക്സ് കോർഡിനേറ്റ് വരും. അപ്പോൾ സി നമുക്ക് 7,8 എന്ന് കൊടുക്കാം. ഇതിന് നേരെ ഓപ്പോസിറ്റ് വെർട്ടിസ് ഏതാണ്? എ 1,3. ഇതായിരിക്കും ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് അതർ വെർട്ടിസസ്. എയുടെയും സിയുടെയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 വെർട്ടിസസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ഇനി ബിയുടെയും ഡിയുടെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബിയുടെ നമുക്ക് ആദ്യം എക്സും കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരവും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരവും ഒന്നാണ് നമുക്കറിയാം. അപ്പോൾ സിയുടെ അതേ എക്സ് ആക്സിസ് തന്നെയായിരിക്കും ബിക്കും വരുന്നത്. അതേപോലെ തന്നെ ബിയുടെ വൈ ആക്സിസിൻ്റെ ഉയരം നോക്കി, ഇവിടുന്ന് ഇങ്ങോട്ട്. അപ്പോൾ അതേ തന്നെ ആയിരിക്കും എയിന്ന് ഡിയിലേക്ക്. അപ്പോൾ ഇവിടെ 3 ആണെങ്കിൽ 7,3 എന്ന് ഇവിടെ കിട്ടും. അപ്പോൾ ബി കോർഡിനേറ്റ്സ് 7,3 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി കോർഡിനേറ്റ്സ് ആണ്. എയുടെ എക്സ് കോർഡിനേറ്റ് 1 ആയതുകൊണ്ട് ഇവിടെ ഡിയുടെ എക്സ് കോർഡിനേറ്റും എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. ഇനി വൈ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എത്രയാണ്? 8 ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരവും എത്ര വരും? 8 വരും. അപ്പോൾ 1,8 എന്ന് ആൻസർ കിട്ടും. അങ്ങനെ ബിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽസ്. ഡയഗണൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒന്നുകിൽ നമുക്ക് എ സി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ബി ഡി കണ്ടുപിടിക്കാം. എ സി എങ്ങനെ കണ്ടുപിടിക്കും? √(x2 - x1 2 + y2 - y1 2) എന്ന ഫോർമുല. x2 - x1 2 പകരം നമുക്ക് x1 - x2 2 എന്നിട്ടാലും കറക്റ്റാണ്. അപ്പോൾ എ സി എന്ന് പറയുമ്പോൾ എയുടെ കോർഡിനേറ്റ് 7ഉം 8ഉം വരുന്നുണ്ട്, 1ഉം 3ഉം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം നമുക്ക്. 7 - 1 2 + 8 - 3 2 √2. 7 - 1 എത്രയാണ്? 6 2 + 3 - 8 എത്രയാണ്? 5 2. അപ്പോൾ 36 + 25 എത്ര കിട്ടും? 1/6 √61 എന്ന് ആൻസർ കിട്ടി. അതാണ് ലെങ്ത് ഓഫ് ഇറ്റ്സ് ഡയഗണൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.